വി.എസ്. അച്യുതാനന്ദൻ്റെ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ്. തലസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവുമധികം താമസിച്ചിട്ടുള്ളത് ആലുവ പാലസിലാകണം. പാലസിലെ മെനുവും പ്രകൃതി സൗന്ദര്യവും പഴമയുടെ പ്രൗഢിയുമാണ് വി.എസിനെ ഇവിടേക്ക് ആകർഷിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വേനൽക്കാല വസതിക്ക് പഴയ രാജകീയ പ്രതാപം തിരിച്ചു കിട്ടി. 13 കിടപ്പുമുറികളുള്ള പാലസിൽ താഴത്തെ നിലയിൽ 107-ാം നമ്പർ മുറിയായിരുന്നു വി.എസിന് ഇഷ്ടം. ഇതിൻ്റെ പിന്നിലെ വാതിലും ജനലുകളും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്ത് കാണാം. മൂന്നാറിലെ ഇടിച്ചു നിരത്തലിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഒരുങ്ങിയത് ഇവിടെയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കസേര തെറിപ്പിച്ച പെൻഡ്രൈവ് വിവാദത്തിന് തീകൊളുത്തിയതും ഇവിടെ നിന്ന് തന്നെ. 107-ാം നമ്പർ മുറിയോട് വി.എസിനോടുള്ള പ്രിയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രസിദ്ധമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ ഒരിക്കൽ വി.എസിന് വേണ്ടി ഈ മുറി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വി.എസിന് റൂം ഫ്രഷ്നറിൻ്റെ മണം ഇഷ്ടമായിരുന്നില്ല. സാമ്പ്രാണിത്തിരിയുടെ ഗന്ധത്തോടായിരുന്നു താൽപ്പര്യം. വി.എസ്. വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ജീവനക്കാർ 107-ൽ സാമ്പ്രാണിത്തിരി കത്തിച്ച് പുകയ്ക്കുമായിരുന്നു. നമുക്കൊക്കെ പ്രിയപ്പെട്ട സഖാവ് വി.എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുറിയായിരുന്നു ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങിലെ 107-ാം നമ്പർ മുറി. അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന പ്രതീതിയിലായിരുന്നില്ല ഞങ്ങൾ ജീവനക്കാർക്കും ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള അടുപ്പവും. ചിട്ടയായ ജീവിതക്രമമാണ് 100-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു നായകനായിട്ട് മാറാൻ സാധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ അദ്ദേഹം എരിവ്, പുളി എന്നിവയൊക്കെ തീർത്തും ഒഴിവാക്കിയിരുന്നു. ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. കൂടുതലും വറുത്തതും പൊരിച്ചതും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ യോഗ, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു. പിന്നെ ഈ റൗണ്ട്, നമുക്കൊക്കെ അറിയാം, ഈ റൗണ്ടിന് ചുറ്റും അദ്ദേഹം ഒരു 4 തവണ നടക്കുമായിരുന്നു. അത് രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു ചിട്ട കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകുന്നു. എല്ലാ ജീവനക്കാരോടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിതൃതുല്യമായിട്ടുള്ളൊരു സ്നേഹവും വാത്സല്യവുമായിരുന്നു. അദ്ദേഹം എത്രയൊക്കെ തിരക്കുകളിലൂടെയാണ് അല്ലെങ്കിൽ എത്രയൊക്കെ സംഘർഷങ്ങളിലൂടെയാണ് ഇവിടെ വന്നു കയറുന്നതെങ്കിലും ഈ മുറിയിൽ കയറി കഴിഞ്ഞാൽ ജീവനക്കാരുമായിട്ട് പെരുമാറുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഏറ്റവും വാത്സല്യമുള്ള ഒരു സ്നേഹമുള്ള ഒരു പിതാവ് എന്നുള്ളൊരു സ്ഥാനം തന്നെയാണ് ഞങ്ങൾ എല്ലാ ജീവനക്കാരും. അത് ഏറ്റവും കൂടുതൽ കാരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു അതിഥി മന്ദിരമാണ്, ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു മുറിയാണ് അദ്ദേഹം. കാരണം പെരിയാറിന് അഭിമുഖമായിട്ടുള്ളൊരു മുറിയാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കാണുന്ന ഒരു മുറിയും കൂടെയാണ്. ഇപ്പോൾ ഇത് റിനോവേഷനിലാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ റിനോവേഷൻ പൂർത്തിയായിട്ട് നമുക്ക് അടുത്ത വർഷത്തോടു കൂടി അതിഥികൾക്ക് തുറന്നു നൽകാനായിട്ട് സാധിക്കും. പാലസിലെ പൂന്തോട്ടത്തിന് ചുറ്റും രാവിലെയും വൈകിട്ടും 3 മണിക്കൂർ നടത്തം ദിനചര്യയുടെ ഭാഗമായിരുന്നു. സാമ്പ്രാണിത്തിരിയുടെ ഗന്ധം പരന്നു മുറിയിൽ തലയിലും കാലിലും ഓരോ തലയിണ വെച്ചാണ് വി.എസ്. ഉറങ്ങിയിരുന്നത്. ഞാൻ 2010 സർവീസിൽ കയറുന്നു. 2010 സർവീസിൽ കയറുന്നത്. അപ്പോൾ വി.എസ്. മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. വി.എസിന് ഏറ്റവും ഇഷ്ടം പുട്ടും പഴവും കടല, വെള്ളക്കടല കറി. രാത്രിയാണെങ്കിൽ മൺചട്ടിയിലുണ്ടാക്കുന്ന വെജിറ്റബിൾ കുറുമ, അതാണ് ഏറ്റവും ഇഷ്ടം. ചപ്പാത്തി. 2010 മുതൽ 2014 വരെ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ആളുടെ കൂടെ. എനിക്ക് നേരത്തെ എനിക്ക് ഗിരിചേട്ടനായിരുന്നു, ആലോകഗിരി ചേട്ടൻ എല്ലാം പറഞ്ഞു തരും, ആളുടെ ചിട്ടകളെല്ലാം. രാവിലെ പല്ല് തേക്കാൻ തലേ ദിവസം തന്നെ മാവിൻ്റെ ഇല, പഴുത്ത മാവിൻ്റെ ഇല, പച്ചയിറക്കിളി, രാവിലെ കണ്ണി വയ്ക്കുക, കുക്കുമ്പർ കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുക, എന്നൊക്കെയായിരുന്നു ആളുടെ ചിട്ടകൾ. ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് ആൾ പെരുമാറിയത്. നമുക്കെന്നും വളരെ സ്നേഹമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു വി.എസ്. ആൾ നടത്തം, യോഗ, സൂര്യനമസ്കാരം. പിന്നെ ബെഡ് ഉപയോഗിക്കില്ല സാറ്. ബെഡിന് പകരം ഞങ്ങൾ മാറ്റിട്ട് വിരിച്ച് കൊതുകുവല വിരിച്ച് അത് വരുന്നേക്ക് മുന്നേ കൊതുക് സാമ്പ്രാണി തീരി കത്തിച്ച് വെച്ച് അതിൻ്റെ പുകയെല്ലാം കളയണം. ആ മണം റൂമിൽ കയറുമ്പോൾ ആൾക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഞാൻ ദിനേശ്, ഹോസ്പിറ്റാലിറ്റി ആയിട്ടാണ് തൃശ്ശൂർ രാമത്തിൽ കയറിയത്. ഇപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ ബട്ട്ലറായിട്ട് ജോലി ചെയ്തു. നാടൻ ഭക്ഷണത്തോടായിരുന്നു വി.എസിന് പ്രിയം. നോൺ വെജിറ്റേറിയൻ എന്ന് പറയാവുന്നത് മുനമ്പം നെയ്മീൻ മുള്ളില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുന്ന കറി മാത്രം. അതാകട്ടെ വല്ലപ്പോഴും മതി. വി.എസിന് ഫ്രഷ് പപ്പായ കഴിക്കാനും കപ്പങ്ങത്തോരൻ ഉണ്ടാക്കാനുമായി ഒരു കാലത്ത് പാലസ് വളപ്പ് നിറയെ പപ്പായ ചെടികൾ നട്ടുവളർത്തിയിരുന്നു.
ആലുവ പാലസിൻ്റെ VS ഉപയോഗിച്ചിരുന്ന 107 നമ്പർ മുറി ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.